എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ദേവകിയമ്മ ബാബരും കൂടെ ഒരു കടയിലേക്ക് പോവാണ്. ഈ സമയം ദേവകിയമ്മ തന്റെ കയ്യിലുള്ള പൈസ കാണിച്ചിട്ട് ബാബരോട് പറഞ്ഞു, എന്റെ കയ്യിൽ ഈ പൈസ മാത്രമേ ഉള്ളൂ. കാരണം ഞാനിങ്ങനെ പ്രതീക്ഷിച്ചല്ലല്ലോ വന്ന് ഈ പൈസ കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ വാങ്ങാം. എന്നിട്ട് മണിമാളിയിലുള്ളവർക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കാന്ന് പറയാണ്. പിന്നീട് വാവരെയും കൂട്ടിക്കൊണ്ട് ഒരു കടയിലേക്ക് അങ്ങോട്ട് ചെല്ലുക. എന്നിട്ട് അതെ, എന്റെ കയ്യിൽ 600 രൂപ മാത്രമേ ഉള്ളൂ. എനിക്ക് ഇതിനുള്ള പലചരക്ക് സാധനങ്ങളൊക്കെ തരണം. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ സാധനങ്ങളും കുറേശ്ശെ മതി, ഉള്ളതുപോലെ തരണം. കുറച്ച് പേർക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കാനെന്ന് പറയാം. ഇത് കേട്ടതും അയാൾ പറഞ്ഞു, ശരി അങ്ങനെ തരാന്ന് പറയാണ്. അപ്പോഴാണ് ഒരമ്മ തന്റെ ഒരു ചെറിയ കുഞ്ഞിനെ കൊണ്ട് അങ്ങോട്ട് വരുന്നത്. ആ കുഞ്ഞിന് തീരെ വയ്യ, പനി പിടിച്ച് ഒട്ടും വയ്യാതിരിക്കുക. പിന്നീട് ആ കടക്കാരൻ്റെ വന്നിട്ട് പറഞ്ഞു, അതെ ശങ്കരേട്ടാ, കുറച്ച് പൈസ ആരോന്ന് ചോദിക്കും. പൈസ എന്തിനാ? എന്റെ മോന് തീരെ വയ്യ, നല്ല പനിയുണ്ട്. അവനാണെങ്കിൽ പനി പിടിച്ചിട്ട് ഇതുവരെയായിട്ടും കുറയുന്നുമില്ല. പനിക്കൂർക്കയിലൊക്കെ കൊടുത്തു നോക്കി, പക്ഷേ എങ്കിൽ ഒരു മാറ്റമില്ല. എങ്ങനെയെങ്കിലും കുറച്ച് പൈസ തരണമെന്ന് പറയാം. ഇത് കേട്ടതും അയാൾ പറഞ്ഞു, സാവിത്രി, ഇപ്പൊ എന്റെ കയ്യിൽ പൈസയൊന്നുമില്ല. രാവിലെ വിറ്റുപോയത് ഒരു സോപ്പാ, ഒരു 10 രൂപയുണ്ട്, അത് മതിയോന്ന് ചോദിക്കാം. അത് കിട്ടിയിട്ട് കാര്യമില്ലെന്ന് പറയാം. നിനക്കറിയാലോ സാവിത്രി, നീ ഇവിടെ എപ്പോ വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് പൈസ തന്നിട്ടുള്ളതല്ലേ. പിന്നെ എങ്ങനെയാ? എന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞാൻ തരില്ലായിരുന്നോ? ഇല്ലാത്തോണ്ടല്ലേ എന്ന് ചോദിക്കും. അല്ല, ഞാൻ വേറെ കുറെ പേരോട് ചോദിച്ചു നോക്കി, അവരുടെ കയ്യിൽ ആരുടെയും കയ്യിൽ ഇല്ലാന്ന് പറയണേ. ഈ സമയമാണ് ആ ഒരു കാഴ്ച കാണാൻ ദേവികമ്മയുടെ കയ്യിൽ പൈസ ഇരിക്കുന്ന അവര് കണ്ടത്. പെട്ടെന്ന് ആ സ്ത്രീ ചോദിച്ചു, അല്ലമ്മേ, എന്റെ മോനെ ചികിത്സിപ്പിക്കണം. അതെ അമ്മ, എനിക്ക് ആ പൈസ തരാമെന്ന് ചോദിക്കുക. ഇത് കേട്ടാൻ ദേവികമ്മ ആകെപ്പാടെ പെട്ടുപോയി. മണിമാളിയിൽ തന്റെ ഉണ്ണിമോളുണ്ട്, ഉണ്ണിമോളെ രക്ഷിക്കണമെങ്കിൽ ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് പോയി ആഹാരം വെച്ചുണ്ടാക്കി കൊടുക്കണം. അതെ, എന്തിനാന്ന് വെച്ചാൽ എന്റെ മോന്റെ ജീവൻ രക്ഷിക്കാൻ എനിക്ക് വേറൊരു മാർഗമില്ലാഞ്ഞിട്ടാ. എന്റെ കുട്ടിക്ക് അച്ഛനില്ല, എന്റെ ഭർത്താവ് മരിച്ചു പോയതാ. പക്ഷെ കുറെ ദിവസങ്ങളായിട്ട് പണിയാൻ പോകാനും എനിക്ക് പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് പൈസ ഇല്ലാത്തോണ്ടാന്ന് പറയണം. ദേവകി പറഞ്ഞു, അല്ലെ, ഈ പൈസ ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നാ, ഇല്ലെങ്കിൽ എന്റെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് പറഞ്ഞു. ശരിയമ്മേ, സാരമില്ല എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് തിരിഞ്ഞു നടക്കാൻ തുടങ്ങും. പെട്ടെന്ന് ദേവകിയമ്മ പുറകെന്ന് വിളിച്ചു. അതെ, അവിടെ നിൽക്കാൻ പറയണം. എന്താ? ഈ പൈസ കൊണ്ടുപോകോളാൻ പറയണേ. അല്ല, അപ്പൊ അമ്മയുടെ ആവശ്യം, അത് കുഴപ്പമില്ല, ഈ പൈസ കൊണ്ടോ, കൊച്ചിന്റെ അസുഖം മാറട്ടെ, കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞിട്ട് ആ പൈസ കൊടുത്ത് വിടുവാണ്. പിന്നീട് ദേവകിയമ്മ കടക്കാണ്ട് പറഞ്ഞല്ലേ, എന്റെ ഇപ്പൊ പൈസ ഇല്ല, എനിക്ക് കുറച്ച് സാധനങ്ങൾ തരാവോ, ഞാൻ പൈസ പിന്നീട് കൊണ്ട് തരാന്ന് പറയാ. പെട്ടെന്ന് അയാൾ പറഞ്ഞു, അതെങ്ങനെയാ സാധനങ്ങൾ തരുന്നേ? നിങ്ങൾ എനിക്ക് ഇതിനു മുമ്പ് ഒരു മുഖപരിചയം പോലും ഇല്ല, പിന്നെ ഞാൻ എന്തിന്റെ പേരിലെ സാധനങ്ങൾ തരുന്നതെന്ന് ചോദിക്കാം. ദേവയമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഈ സമയം ദേവകിയമ്മ പറഞ്ഞു, ഇനിയിപ്പോ ഇവിടെ നിന്നിട്ടും കാര്യമുണ്ടെന്ന് തോന്നില്ലെന്ന് പറയണം. പാവര് പറഞ്ഞു, മൊത്തം മുടക്കങ്ങളാണല്ലോ മുത്തശ്ശി. കാരണം ഉണ്ണിമോൾ ഇതുപോലെ തന്നെയായിരുന്നു. ഉണ്ണിമോളാണെങ്കിൽ മണിമാളയൊക്കെ ഉള്ളവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനായിട്ടുള്ള സാധനങ്ങൾ വീട് തണ്ടി വാങ്ങിച്ചോണ്ട് വന്നു. പക്ഷെങ്കിൽ ആ സമയത്ത് അതൊരു വൃദ്ധസദനത്തിലേക്ക് ആഹാരം വെച്ച് കൊടുക്കുകയോ ചെയ്തേ. അതുപോലെ തന്നെ മുത്തശ്ശിയാണ്ടേ ഇപ്പൊ ഉള്ള പൈസ കൊണ്ട് സാധനം വാങ്ങാൻ വന്നു കഴിഞ്ഞപ്പം മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് ആ പൈസ നഷ്ടമായി. അപ്പൊ ഇതെല്ലാം ഒരു പക്ഷേ ശാപം കൊടുത്ത ആളുടെ വിദ്യയായിരിക്കും. ഒരു കാരണവശാലും അവർക്ക് ആഹാരം കൊണ്ടേ കൊടുക്കരുത്, അവരുടെ പൈതാഹങ്ങൾ ശമിക്കരുതെന്ന് പറയാം. മുത്തശ്ശിക്കും വല്ലാത്ത വിഷമായിരുന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പോ. ഇനി ഉണ്ണിമോളെ രക്ഷിക്കാൻ പറ്റുമല്ലേ, അങ്ങനെ ഒരു ചിന്ത മുത്തശ്ശിയുടെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന ഗിരിദേവൻ ഇങ്ങനെ ധ്യാനിച്ചിരിക്കുന്ന സമയത്താണ് ലീലയും ജീവയുടെ അച്ഛനും കൂടെ അങ്ങോട്ട് വരുന്നത്. അവര് വന്നിട്ട് ഗിരിദേവനോട് ചോദിച്ചു, ഗിരിദേവ, അല്ല ഇവിടെ ഇരുന്ന ആ അമ്മ എന്തെന്ന് ചോദിക്കണം. ദേവകിയുമാണ്. അതെ അതെ, ഞാനെന്തേ ജീവയുടെ അച്ഛനെ കൂട്ടിക്കൊണ്ടാ വന്നിരിക്കണേ. ഇനിയിപ്പൊ തെളിവ് സാധനം കൊണ്ടുവരുവാണെങ്കിൽ ജീവനെ പറഞ്ഞു വിടാന്നല്ലേ പറഞ്ഞേ, അതുകൊണ്ടാന്ന് പറയാ. എനിക്ക് അവരെ കാണണം, എനിക്ക് എന്റെ മോനെ കൊണ്ടുപോകണമെന്ന് ജീവയുടെ അമ്മ പറയാ. പെട്ടെന്ന് ഗിരിദേവൻ പറഞ്ഞു, ഇനിയിപ്പം മുത്തശ്ശനെ കണ്ട് കാര്യമില്ലാന്ന് പറയാം. അതെന്താ, നിനക്ക് ജീവനെ കൊണ്ടാൻ പറ്റില്ലെന്ന് പറയാ. എന്നാ കൊണ്ടാൻ പറ്റില്ലാത്തെ? ഈ സമയം ജീവയുടെ അച്ഛൻ പറഞ്ഞു, ഞാൻ കൊണ്ടാനായിട്ടാ വന്നേ, ഇത് ഞാൻ ഇവളും കൂടെ വന്നു കണ്ടില്ലെന്ന് ചോദിക്കുക. അതുകൊണ്ടല്ല ജീവയുടെ അച്ഛൻ ഞാൻ പറഞ്ഞത്, കാരണം അവര് മണിമാളയ്ക്കുള്ളിൽ പെട്ടുപോയെന്ന് പറയണം. മണിമാളയ്ക്കുള്ളിൽ? അതെ, ആ സ്ത്രീ വന്ന് വീണ്ടും അവരെ അകത്തേക്ക് കൊണ്ടുപോയെന്ന് പറയാം. ഇത് കേട്ട നെഞ്ചത്തടിച്ച് നിലവിളിക്കുക ലീല. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞല്ലോ, അവരുടെ പൈതാഹങ്ങൾ ശമിക്കണം. ഇതിനു മുമ്പ് കുറെ ആഹാരം കൊണ്ട് കൊടുത്തല്ലേ ഗിരിദേവ, പക്ഷേങ്കില് എന്നിട്ടും അവരുടെ വിശപ്പ് മാറിയില്ല, എന്റെ ജീവനെ വിട്ടു തന്നില്ല. ഇനിയിപ്പൊ അങ്ങനെ മാറുമെന്ന് തോന്നുന്നുണ്ടോ? ഈ സമയം ജീവയുടെ അച്ഛൻ പറഞ്ഞു, നീ ഇങ്ങനെ സങ്കടപ്പെടാതെ ബാ, നമുക്ക് എന്തേലെങ്കിലും വഴിയുണ്ടോ നോക്കാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. ഈ സമയം ഗിരിദേവൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക. പിന്നീട് കാണിക്കുന്ന അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ആയിട്ട് ആഹാര സാധനങ്ങളൊക്കെ ഉണ്ടാക്കി അതുമായിട്ട് അവരും കൂടി വരുവാണ്. ഈ സമയത്ത് മണിമാളയ്ക്കുള്ളില് ഉണ്ണിമോളും ജീവയും കൂടെ നേരെ ആ സ്ത്രീയുടെയും പുരുഷന്റെ, അതായത് ചിത്രകേതുവിന്റെ കാമിനിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്.
എന്നിട്ട് ചോദിച്ചു, ഞങ്ങൾ എന്തിനാ ഈ മുറിക്കകത്ത് ഇട്ടിരിക്കുന്നേ? സത്യം പറഞ്ഞ് ഞങ്ങളല്ല മണി അടിച്ചതെന്ന് പറയാ. ജീവി പറഞ്ഞു, അതെ ഉണ്ണിമോള് പറഞ്ഞ കാര്യം ശരിയാ, ഞങ്ങൾ മണി അടിച്ചിട്ടില്ല. പിന്നെ എന്തിനാ ഞങ്ങള് ഒരു തെറ്റും ചെയ്യാത്ത ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നു ചോദിക്കുക. ഉണ്ണിമോള്, ഞങ്ങൾ പുറത്തുണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക് ആഹാര സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തരാൻ പറ്റുള്ളൂ. ഇതിനകത്ത് ഞങ്ങൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ആഹാരം ഉണ്ടാക്കി തരുന്നതെന്ന് ചോദിക്കുക. ഇത് കേട്ടതും കാമിനി പറഞ്ഞു, അതെ നിങ്ങൾക്ക് ഇനിയിപ്പോ ആഹാരം ഉണ്ടാക്കാനൊന്നും പറ്റില്ല. നിങ്ങളുടെ ബന്ധുക്കാർ പുറത്തുണ്ടല്ലോ, അവര് ഞങ്ങൾക്ക് ആഹാരം ഉണ്ടാക്കിക്കൊണ്ട് തരട്ടെ എന്ന് പറയാം. ഉണ്ണിമോൾക്ക് മനസ്സിലായി ഇനിയിപ്പോ തങ്ങളെ പുറത്തു വിടാൻ പോകുന്നില്ല. സങ്കടത്തോടെ ജീവനും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാ. ഈ സമയം ചിത്രകേതു കാമിനിയോട് പറഞ്ഞു, ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യും? അതായത് മാഘപൗർണമി തുടങ്ങി ഇതേ 3 നാഴിയെ കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ അധികം സമയമില്ല. ഇന്നും കൂടെ കഴിഞ്ഞില്ലെങ്കിൽ നമുക്കിനി ഒരു കാരണവശാലും നമുക്ക് നമ്മുടെ വിദ്യാധര ലോകത്തേക്ക് മടങ്ങിപ്പോകാനായിട്ട് സാധിക്കില്ലെന്ന് പറയാം. കാമിനി പറയാൻ ശരിയാ, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നോർത്ത് അവരെങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുവാണ്. ഈ സമയത്ത് പുറത്ത് ഒരു 19 പേർക്കുള്ള ആഹാരമായിട്ട് ലീലയും ജീവയുടെ അച്ഛനും കൂടെ വരുന്നേ. പിന്നീട് ഗിരിദേവനോട് പറഞ്ഞു, ഗിരിദേവ ഇത് 50 പേർക്കുള്ള ആഹാരമുണ്ട്, ഇത് കൊടുത്താലെങ്കിലും എൻ്റെ മോനെ തിരിച്ചു തരുമെങ്കിൽ നല്ല കാര്യമല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ലീല എന്ത് ചെയ്യുക, ചെന്ന് മണി അടിക്കുവാണ്. ആ മണിയുടെ ശബ്ദം അവിടെ മുഴുവൻ മുഴങ്ങി. അങ്ങനെ ആഹാര സാധനങ്ങളൊക്കെ ആ കഥയുടെ ഫ്രണ്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നിമിഷം നേരം കൊണ്ട് ആ പാത്രമെല്ലാം കാലിയാക്കിയിട്ട് ആ പാത്രമെല്ലാം പുറത്തേക്ക് എറിയുവാണ്. ഒന്നും മനസ്സിലായില്ല ജീവയുടെ അച്ഛനും അമ്മയ്ക്കൊന്നും. ഒരു കാര്യം മനസ്സിലായി, ഇത്രയും കൊടുത്തിട്ട് അവരുടെ വയറ് നിറഞ്ഞിട്ടില്ല, ഇനി മക്കളെ വിട്ടുതരുമെന്ന് തോന്നുന്നില്ല. ആ ഒരു ചിന്ത അവർക്ക് വല്ലാത്ത സങ്കടം ഉണ്ടാക്കുവാണ്. ഈ സമയം ദേവകിയമ്മയും ബാബരും കൂടെ നടക്കുവാണ്. ദേവകിയും പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയണം. ബാബര് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക മുത്തശ്ശിയുടെ മക്കളെ വിളിച്ചു നോക്ക്. അപ്പൊ അവര് ചിലപ്പോൾ പൈസ കൊണ്ടേ തരില്ലേ, ആവശ്യത്തിനുള്ള സാധനം മേടിക്കാൻ പറ്റില്ലേ എന്ന് ചോദിക്കാം. ഇത് കേട്ടത് മുത്തശ്ശി ഒന്നും മിണ്ടിയില്ല. എന്ത് പറ്റി? മുത്തശ്ശിക്ക് പേടിയാണ് അവരെ. മുത്തശ്ശിയുടെ കയ്യിലുള്ള പൈസ പോലും നഷ്ടപ്പെടുത്തി നോർത്ത് അവർ വഴക്ക് പറയുന്ന ഓർത്തിട്ടാണ്. അങ്ങനെ എനിക്ക് പേടിയൊന്നുമില്ല. അവരെന്നെ എത്രമാത്രം വഴക്ക് പറഞ്ഞോട്ടെ, ഉണ്ണിമോടെ ജീവൻ രക്ഷിക്കാനായിട്ട് എന്ത് വേണം ഞാൻ ചെയ്യൂന്ന് പറയാ. ഈ സമയത്ത് ബാബര് പറഞ്ഞു, അന്നൊരു കാര്യം ചെയ്യാം, മുത്തശ്ശി അവരെ ഒന്ന് ഫോൺ വിളിച്ചു നോക്കാൻ പറയാ, പൈസയുമായിട്ട് അവരോട് ഇങ്ങോട്ട് വരാൻ പറ, പെട്ടെന്ന് എത്താലോ എന്ന് പറയാം. ഈ സമയം ദേവികൻ പറഞ്ഞു, അത് ശരി, അത് നടക്കത്തില്ല. അതെന്താ? അവരുടെ ഫോൺ നമ്പർ എൻ്റെ കയ്യിൽ ഇല്ലാന്ന് പറയാം. ഇത് കേട്ടൻ ബാബര് പറഞ്ഞു, അത് പ്രശ്നമായല്ലോ. ഒരു കാര്യം ചെയ്യാം, അന്നെങ്കിൽ ഒരു വണ്ടി വിളിച്ച് പോയാലോ നമുക്ക്, എന്നിട്ട് അവരുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങിച്ചോണ്ട് വരാം, അവരും കൂടെ വരുമല്ലോ എന്ന് ചോദിക്കാം. അതൊക്കെ ശരി തന്നെയാ, പക്ഷേ മാഘപൗർണമി ഇനി കുറെ കഴിയുമ്പോഴത്തേന് മാഘപൗർണമി തീരും. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് കാര്യമില്ലോ. എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണിമാലയുടെ മുന്നിൽ പോയിട്ട് ഞാനിന്ന് പ്രാർത്ഥിക്കാൻ പോവാ. അയ്യപ്പസ്വാമി എൻ്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല, അല്ലാതെ എനിക്കൊരു വേറെ ഒരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞ് അവർ നേരെ മാളികയിലേക്ക് വരുവാണ്. ഈ സമയം വിഷമിച്ച് നിൽക്കുവാണ് ലീലയും ജീവയുടെ അച്ഛനും ഒക്കെ. അങ്ങനെ ദേവകിയമ്മനെ കണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് ലീല വന്നിട്ട് പറഞ്ഞതേ, അവരെ രക്ഷിക്കാനായിട്ട് 19 പേർക്കുള്ള ആഹാരം കൊണ്ടുവന്ന, പക്ഷെ എന്ത് ചെയ്യാനാ, ആ ആഹാരം കഴിച്ചിട്ട് പാത്രം വരെ അവരും കൂടെ വലിച്ചു എറിഞ്ഞു കളഞ്ഞു, നോക്കിയെന്ന് പറയണം. ദേവകിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ഈ സമയം ബാബര് പറഞ്ഞു, മുത്തശ്ശി വിഷമിക്കേണ്ടെന്ന് പറയാണ്. ദേവകൻ പറഞ്ഞു, എന്നാലും അവർ എന്തിനായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നേ? ഈ സമയം ഗിരിദേവൻ പറഞ്ഞു, മുത്തശ്ശിക്ക് മനസ്സിലായില്ലേ, അകത്തുള്ള ആൾക്ക് വിചാരമുണ്ട്, ശാപം കൊടുത്ത ആള് തന്നെ വിചാരിക്കുന്നുണ്ട്, കാരണം ഒരിക്കലും അവരുടെ പൈതാഹങ്ങൾ ശമിക്കരുത്, അതുകൊണ്ടാണ് ഇങ്ങനെ. ദേവകിയമ്മ ശരിയാ, ദേവകൻ പറഞ്ഞു, ശരിയാ പറഞ്ഞത്. ഒരു പക്ഷേങ്കില് അല്ലെങ്കിൽ ഈ 19 പേർക്കുള്ള ആഹാരം കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരുടെ വയറ് നിറയണ്ട, വയറ് നിറഞ്ഞിട്ടില്ലല്ലോ, ഇനിയിപ്പം ഞാൻ കൊണ്ട് ആഹാരം കൊടുത്താലും വയറ് നിറയുന്ന എന്താ ഉറപ്പെന്ന് ചോദിക്കുക. ഗിരിദേവൻ പറഞ്ഞു, മുത്തശ്ശി പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യമാണ്, കാരണം അവർക്ക് ശാപം കൊടുത്ത ആള് തന്നെ തീരുമാനിക്കണം അവരുടെ പൈതാഹങ്ങൾ ശമിക്കണോ വേണ്ടയോ എന്നുള്ളത്. അപ്പൊ ഇനി ഏക വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശാപം കൊടുത്ത ആളെ തന്നെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്, അവരെ നമ്മൾ തൃപ്തിപ്പെടുത്തണമെന്ന് പറയാ. ഇത് കേട്ടൻ ജീവയുടെ അച്ഛൻ ചോദിച്ചു, അല്ല ശാപം കൊടുത്ത അതാരാ? ആഞ്ജനേയനെ ശാപം കൊടുത്തിരിക്കുന്നത്. ഇനി ആഞ്ജനേയനെ തൃപ്തിപ്പെടുത്തിയാൽ മാത്രമേ അവരെ ഇനിയിപ്പം പുറത്തിറക്കാൻ പറ്റുള്ളൂ എന്ന് പറയാം. ആകെപ്പാട് ടെൻഷനായിപ്പോയി. ഈ സമയം ജീവയുടെ അച്ഛൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യലില്ലേ, ഞാൻ പോയി മണി അടിക്കാം, ഇനി അവർക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കാം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞിട്ട് അവരിത് പറയുവാണെങ്കിൽ നമുക്കത് ഉണ്ടാക്കി കൊടുത്താൽ മതിയല്ലോ, അപ്പൊ അവരുടെ വിശപ്പ് ശമിക്കില്ല എന്ന് ചോദിക്കുക. ഈ സമയം ഗിരിദേവൻ പറഞ്ഞു, അങ്ങനെയൊന്നും പെട്ടെന്ന് വിശപ്പൊന്നും ശമിക്കില്ല എന്ന് പറയാം. ആ പ്രതീക്ഷയും പോയി. എന്ത് ചെയ്യണം? പെട്ടെന്ന് ദേവകിയമ്മ എന്ത് ചെയ്യുവാണ്, നേരെ പോയി ആ മണി അങ്ങോട്ട് അടിക്കുവാണ്. അപ്പൊ ദേവകിയമ്മ മണി അടിച്ചപ്പോൾ എല്ലാവരും ഒരു നിമിഷം ഞെട്ടി, കാരണം ബാബരും ദേവകിയമ്മയുടെ അങ്ങോട്ട് നടന്നു വരുന്ന സമയത്ത് ദേവകിയമ്മയ്ക്ക് വഴി കിടന്നൊരു മാമ്പഴം കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ മാമ്പഴം എടുത്ത് കൈ പിടിച്ചോണ്ടാ വരുന്നത്. അപ്പൊ ആ സമയത്ത് ദേവകിയമ്മയുടെ കയ്യിൽ ആ മാമ്പഴം ഉണ്ടായിരുന്നു തരും. മണി അടിച്ചപ്പോഴത്തേനും പെട്ടെന്ന് ജീവയുടെ അമ്മ വന്നിട്ട് ചോദിച്ചു, എന്താ എന്താ മുത്തശ്ശി കാണിച്ചെന്ന് ചോദിക്കുകയാണ്. പക്ഷേങ്കിൽ വാതിൽ തുറക്കപ്പെട്ടു. ആ സമയത്ത് തന്നെ വാതിലിനകത്തുനിന്ന് കാമിനി പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. കാമിനി പുറത്തേക്ക് വന്നിട്ട് ദേവകിയമ്മേനെ ഒന്ന് നോക്കി, പിന്നീട് ആ കയ്യെ പിടിച്ചു വലിച്ച് അകത്തേക്ക് അങ്ങോട്ട് പോവാ. ഇത് കണ്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്.
ജീവയുടെ അച്ഛനും അമ്മയും കൂടെ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പക്ഷെ ഗിരിദേവൻ ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തേ. ഗിരിദേവൻ എന്ത് ചെയ്യുക, പിന്നീട് അവിടെ നിന്ന് കൊണ്ട് ഇറങ്ങി പോവാണ്. ഈ സമയം ദേവകിയമ്മനെ പിടിച്ചുകൊണ്ട് പോയിട്ട് കാമിന് പറഞ്ഞു, ഞാൻ കരുതിയത് മണി അടിച്ചു കഴിയുമ്പോൾ ഞങ്ങൾക്കുള്ള ആഹാരമായിട്ട് നിങ്ങൾ വന്നായിരിക്കുന്ന. ആ ചെറുക്കന്റെ ആൾക്കാർ കൊണ്ടുവന്ന് ആഹാരം തന്നു. പക്ഷെ ഞങ്ങൾക്ക് വിശപ്പ് മാറിയില്ല. പക്ഷെ ആ പെൺകുട്ടിയുടെ ആൾക്കാർ എന്തെങ്കിലും കൊണ്ടുവരുമെന്ന് വിചാരിച്ചു. ഒന്നും കൊണ്ടുവന്നല്ലേ എന്ന് ചോദിക്കുക. അത് എന്റെ കയ്യിലൊന്നും തരാനില്ല, ഈ മാമ്പഴം മാത്രമേ ഉള്ളെന്ന് പറയും. മാമ്പഴം 19 പേർക്കുള്ള ആഹാരം കൊണ്ടു തന്നിട്ട് ഞങ്ങളുടെ വയറ് നിറഞ്ഞില്ല, പിന്നെയാണ് ഒരു മാമ്പഴം കൊണ്ടു തന്നിട്ട്. ഇതും കൊണ്ടൊന്നും ഒരു കാര്യമില്ലെന്ന് പറയാം. അതൊരു കാര്യം പറഞ്ഞേക്കാം, ഇനിയിപ്പം നിങ്ങൾക്കിനി ഇവിടെ രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് പറയാം. മുത്തശ്ശിക്ക് വല്ലാത്ത വിഷമായി. ഇതും പറഞ്ഞ് കാമിനി അങ്ങോട്ട് പോയി. അപ്പം മുത്തശ്ശി അവിടെ കിടന്ന് ഉണ്ണിമോളെ ജീവാന്നൊക്കെ ഉറക്ക വിളിക്കുക. പക്ഷെ ആരും വിളികേട്ടില്ല. മുത്തശ്ശി മനസ്സിലായി തന്റെ മക്കള് തന്റെ മോളും ജീവ അപകടത്തിൽപ്പെട്ടിരിക്കുക എന്നുള്ള കാര്യം. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇവിടെ നിന്നെ രക്ഷിക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടോ? അയ്യപ്പസ്വാമി മാത്രമേ ഉള്ളൂ. അങ്ങനെ അയ്യപ്പസ്വാമിനെ വിളിച്ച് അപേക്ഷിക്കുകയാണ്. ആ സമയത്ത് ദേവകിയമ്മയുടെ മനസ്സിലേക്ക് ആ കാര്യങ്ങൾ പോകുന്നേ, ഗിരിദേവൻ പറഞ്ഞ കാര്യങ്ങൾ. കാരണം ഇനിയിപ്പോ തൃപ്തിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ആഞ്ജനേയനെ തൃപ്തിപ്പെടുത്തണം, സന്തോഷിപ്പിക്കണം, എങ്കിൽ മാത്രമേ ഈ കാര്യമുള്ളൂ. ഈ സമയം ദേവകിയമ്മ നോക്കുമ്പോൾ ഒരു ആഞ്ജനേയന്റെ വിഗ്രഹം അവിടെ ഇരിക്കുന്നത് കണ്ടു. പണ്ട് വെള്ളിത്താന ആ വിഗ്രഹത്തിന് മുമ്പിലായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ദേവകിയമ്മ ആ വിഗ്രഹത്തിന് മുന്നിൽ കൈകൂപ്പിന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അതെ, എന്റെ കൈ തരാനായിട്ടൊന്നുമില്ല. എന്റെ ഉണ്ണിമോളുടെ ജീവിതം എനിക്ക് വേണം, ജീവിതം എല്ലാം വേണം. കൂടെ അത് മാത്രമല്ല, കൂടെയുള്ള ജീവയുടെ എനിക്ക് അവരെ രക്ഷിച്ചേ മതിയാവുള്ളൂ. എന്റെ കയ്യിൽ മാമ്പഴം മാത്രമേ ഉള്ളൂ, ഇത് സ്വീകരിക്കണമെന്ന് പറയാം. എനിക്കല്ല വേറൊരു നിവൃത്തിയില്ല. എന്റെ അവസ്ഥ അറിയാലോ. എനിക്കിനിയിപ്പം എന്റെ ഉണ്ണിമോളെ കൊണ്ടല്ലാതെ എനിക്ക് പോകാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ടാ പറഞ്ഞ് എനിക്ക് എന്റെ ഉണ്ണിമോളെ തിരികെ തരണം, ഈ മാമ്പഴം സ്വീകരിച്ചിട്ട് തിരികെ തരണമെന്ന് പറയാ. കാരണം ഒരു മാമ്പഴം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ ഇതുണ്ട്. കാരണം ഈ ഒരു മാമ്പഴം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ബാബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ദേവകൻ പറഞ്ഞു, ഈ മാമ്പഴം എൻ്റെ കയ്യിലുള്ളൂ, ഈ മാമ്പഴം കൊണ്ടുപോയി ഞാൻ മണിമാളയിലുള്ളവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞപ്പം ബാബർ ചോദിച്ചു, മുത്തശ്ശിക്ക് ഈ മാമ്പഴം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അത്ര സാധനങ്ങൾ കൊണ്ടു കൊടുത്തിട്ട് ഒരു വയറ് നിറയാത്ത അവർക്ക് എങ്ങനെ മാമ്പഴം കൊടുത്ത വയറ് നിറയുമെന്ന് ബാബർ ചോദിക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് മുത്തശ്ശി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, അതെ, ദ്രൗപദി വെറും ഒരു ചീരയില വെച്ചിട്ടാണ് ദുർവാസാവിന്റെ വിശപ്പ് മാറ്റിയത്. അപ്പം അതിനു വേണ്ടിയിട്ട് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ അയ്യപ്പസ്വാമി എന്നെ അനുഗ്രഹിക്കും. കാരണം ഈ മാമ്പഴം വെച്ച് എനിക്ക് അവരുടെ വിശപ്പ് മാറ്റാനായിട്ട്, പൈതാഹങ്ങൾ മാറ്റാൻ സാധിക്കുമെന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടെന്ന് മുത്തശ്ശി വാവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ മുത്തശ്ശിയുടെ മനസ്സുകൂടെ പെട്ടെന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുക. ഒരു പക്ഷേങ്കിൽ തന്നെ സഹായിക്കാനായിട്ട് അയ്യപ്പസ്വാമി വരുമോ എന്നൊരു ചിന്ത ഉണ്ടാകുന്നുണ്ട്. പിന്നീട് മുത്തശ്ശി അവിടെ നിന്നിട്ട് എന്ത് ചെയ്യണം, ആഞ്ജനേയനെ പ്രാർത്ഥിക്കുകയാണ്. ആഞ്ജനേയന് വേണ്ടിയുള്ള മന്ത്രങ്ങളൊക്കെ ചൊല്ലുവാണ് ഇങ്ങനെ ഇരുന്ന്. ഈ സമയം ഗിരിദേവൻ എന്ത് ചെയ്യാണ്, ഗിരിദേവൻ അങ്ങോട്ട് പോവാണ്. ഗിരിദേവൻ അങ്ങനെ കുറെ ദൂരം ചെന്നിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുവാണ്. ആ സമയത്ത് ഒരു കുരങ്ങൻ ആ മരത്തേൽ ഇരിക്കുന്നുണ്ടായിരുന്നു. കുരങ്ങൻ നോക്കുക ഗിരിദേവനെ ഇങ്ങനെ. പിന്നീട് ഗിരിദേവൻ ഇങ്ങനെ പ്രാർത്ഥിക്കുക, ആഞ്ജനേയന്റെ മന്ത്രങ്ങളൊക്കെ ഇങ്ങനെ ജപിക്കുവാണ്. ഈ സമയത്ത് മുത്തശ്ശി ഇവിടെ നിന്ന് ആഞ്ജനേയന്റെ മന്ത്രങ്ങളൊക്കെ ജപിച്ചിട്ട് പറഞ്ഞു, അതെ, അങ്ങൊന്ന് വാലും കൊണ്ട് എല്ലാവരും സഹായിക്കുന്നതല്ലേ, അങ്ങയുടെ വാല് വെച്ച് എല്ലാ തടസ്സങ്ങളും നീക്കുന്നതല്ലേ, അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ തടസ്സങ്ങളും നീക്കി എന്റെ ഉണ്ണിമോളെ ജീവനെ രക്ഷിക്കാൻ പറഞ്ഞ് കരഞ്ഞപേക്ഷിക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നിർത്തുന്നു. നന്ദി.